students. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ്, നെക്സ്റ്റ് ചാപ്റ്ററാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഡെറിവേറ്റീവ്സ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് തന്നെയാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ മാർക്കറ്റിലെ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഡീല് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക്, ഡിബഞ്ചർ, അല്ലെ ETF, മ്യൂച്വൽ ഫണ്ട്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ഡെറിവേറ്റീവ്സ് ആണ്. ഓക്കെ, ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. കേൾക്കുമ്പം ആ വേർഡ് അറിയില്ല എന്നുള്ളത്. എ ഡെറിവേറ്റീവ്സ് ഇസ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി വിത്ത് എ വാല്യൂ ദാറ്റ് ഈസ് റിലയൻറ്റ് അപ്പോൺ ഡിറൈവ്ഡ് ഫ്രം ആൻ അണ്ടർലൈങ് അസറ്റ് ഓർ എ ഗ്രൂപ്പ് ഓഫ് അസറ്റ്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി തന്നെയാണ്. It is also financial security തന്നെയാണ്. Its value depend upon the derived from, ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതോ അല്ലെങ്കിൽ ഡിറൈവ് വരുന്നതോ അണ്ടർലൈങ് അസറ്റ് ഓർ ഗ്രൂപ്പ് ഓഫ് അസറ്റിൽ നിന്നാണ്. ഒരു നിലനിൽക്കുന്ന ഒരു അസറ്റിൻ്റെ മേലെ നിന്നായിരിക്കും അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ മേലെ നിന്നായിരിക്കും ഇതിൻ്റെ വാല്യൂ വരുന്നത്. The derivative itself is a contract between two or more parties. Derivatives എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് ആണ് between two or more parties, and the derivative derive its price from fluctuation on underlying asset. ഇതിൻ്റെ derivatives derive its price, ഇതിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഫ്ലക്ച്വേഷൻസ് ഓൺ ദി അണ്ടർലൈങ് അസറ്റ്. അത് ഏത് അസറ്റിൻ്റെ മേലെയാണോ നമ്മൾ ഡെറിവേറ്റീവ്സ് അല്ലെ ഈ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത്, ആ അസറ്റിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചായിരിക്കും ഡെറിവേറ്റീവ്സിൻ്റെ വാല്യൂ. ഫോർ ആൻ എക്സാമ്പിൾ പറയാം, നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ആൻ എഗ്രിമെൻറ്റ് ടു ബൈ ഓർ സെൽ വീറ്റ് ഇൻ ഫ്യൂച്ചർ അറ്റ് എ 500 rupees per kilogram. അതായത് ഇപ്പോൾ സപ്പോസ് ഞാനും റസ്നയായിട്ടൊരു കോൺട്രാക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ആൻ എഗ്രിമെൻറ്റ്, ഓക്കെ, ടു ബൈ ആൻഡ് സെൽ. ഞാൻ വിൽക്കാമെന്നും റിസ്ന വാങ്ങാമെന്നും, അല്ലെ, ഒരു കോൺട്രാക്റ്റ് രണ്ടാൾക്കാരുണ്ടെങ്കിൽ ഒരാൾ വാങ്ങാമെന്നും പറയുന്നുണ്ടായിരിക്കും, ഒരാൾ വിൽക്കാമെന്നും. വീറ്റ് ഇൻ ഫ്യൂച്ചർ അറ്റ് എ 500 rupees, 500 രൂപയ്ക്ക് പെർ കിലോഗ്രാം വെച്ചിട്ട്. അതായത് ഞാൻ 500 രൂപ വെച്ചിട്ട് ഫ്യൂച്ചറിൽ 1 കിലോഗ്രാം വീറ്റിന് വെച്ചിട്ട് വിൽക്കാനും റിസ്ന അത് വാങ്ങാനും, അല്ലെ, രണ്ടുപേരുള്ളപ്പോൾ അങ്ങനെ ആയിരിക്കും എഗ്രിമെൻറ്റ്. ആ ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡെറിവേറ്റീവ്സ് ആണ്. എങ്ങനെയാണ് ഇത് ഡെറിവേറ്റീവ്സ് ആവുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് നോക്ക്, ഡെറിവേറ്റീവ് ഇറ്റ്സെൽഫ് ഇസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ടു ഓർ മോർ പാർട്ടീസ്. ഇവിടെ രണ്ട് പാർട്ടീസ് ഉണ്ട്, ഞാനും റിസ്നയും തമ്മിൽ ഒരു കോൺട്രാക്റ്റാണ്. ഇനിയിപ്പോൾ അതിൻ്റെ അൽമാസ് ഉണ്ടെങ്കിൽ അൽമാസിനെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 or more പാർട്ടീസായി. ആൻഡ് ദി ഡിറൈവ് ആൻഡ് ഈ ഒരു എഗ്രിമെൻറ്റിൻ്റെ ഈ ഒരു ഡെറിവേറ്റീവ്സ്, ഈ ഒരു എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ്സ് ഉണ്ട്. ഇറ്റ്സ് പ്രൈസ് ഫ്രം ഫ്ലക്ച്വേറ്റ് ഓൺ അണ്ടർലൈങ് അസറ്റ്. ഇതിൻ്റെ പ്രൈസ് എന്തിനെയാണ് എവിടെ നിന്നാണ് വരുന്നത്? ഈ വീറ്റിൻ്റെ പ്രൈസിൻ്റെ മേലെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മൾ ഈ എഗ്രിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ വീറ്റ് ഈസ് ആൻ അണ്ടർലൈങ് അസറ്റ്. വീറ്റാണ് അണ്ടർലൈങ് അസറ്റ്. നമ്മൾ എന്തിൻ്റെ മേലെയാണ് ഇങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത്? ആ ഉണ്ടാക്കുന്ന എന്തിൻ്റെ മേലെയാണോ ചെയ്യുന്നത് അതിനെയാണ് അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വീറ്റിൻ്റെ മേലെയാണ് ഇവിടെ ഒരു കോൺട്രാക്ട് ചെയ്തത്. സോ വീറ്റ് ഈസ് ആൻ അണ്ടർലൈങ്. ഇനി ഈ ഡെറിവേറ്റീവിൻ്റെ പ്രൈസ് ഏതിനും ഡിപ്പെൻഡ് ചെയ്യും. ഈ വീറ്റിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചായിരിക്കും ഈ ഡെറിവേറ്റീവിൻ്റെ പ്രൈസ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ്സ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിലുണ്ടാകുന്ന റിസ്ക് ഒക്കെ റെഡ്യൂസ് ചെയ്യാം. കാരണം 500 രൂപയ്ക്ക് എന്ത് ചെയ്യാം? വിൽക്കാമെന്നും ഒരാൾ വാങ്ങാമെന്നും എഗ്രിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന എഗ്രിമെൻറ്റ്. ഇതിൽ ഇനി നിങ്ങൾക്ക് വേറെ പറയാം. നമ്മൾ പ്രോപ്പർട്ടീസൊക്കെ വാങ്ങാനും വിൽക്കാനും പറഞ്ഞിട്ടൊക്കെ എഗ്രിമെൻറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾ പ്രോപ്പർട്ടീസിനൊക്കെ അഡ്വാൻസ് കൊടുക്കൂലേ? അവിടെ ആ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ഓറൽ എഗ്രിമെൻ്റ് ആണല്ലോ. റിട്ടേൺ ഉണ്ടായാലും ഓറൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാകും, അല്ലെ, ഇന്ന ഡേറ്റിനുള്ളിൽ ഈ പ്രോപ്പർട്ടീസ് ഞാൻ വാങ്ങിക്കോളാമെന്നും പറഞ്ഞു. അപ്പോൾ ആ ഒരു എഗ്രിമെൻ്റ് എന്താണ് നമ്മൾ പറയുക? ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. എന്തിൻ്റെ മേലെയാണ്? നമ്മളിപ്പോൾ ഒരു ഹൗസ് വാങ്ങാമെന്നാണെങ്കിൽ ആ ഹൗസിൻ്റെ മേലെയാണ് എഗ്രിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഹൗസ് ഈസ് ആൻ അണ്ടർലൈങ് അസറ്റ്. ക്ലിയർ ആയില്ല? അതാണ് ഡെറിവേറ്റീവ്സ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അറിയാവുന്ന ടേം തന്നെയാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ there is a different type of derivatives ഉണ്ട്. നമ്മൾ അത് നോക്കും ഗോയിങ് ത്രൂ സ്ലൈഡുകളിൽ. അപ്പോൾ ഓക്കെ, നമുക്ക്
നെക്സ്റ്റ് ഡെഫിനിഷൻ സെയിം തന്നെ കാര്യം പറയുന്നുണ്ട്. എ ഡെറിവേറ്റീവ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ടു ഓർ മോർ പാർട്ടീസ് വിച്ച് ഡിറൈവ് ഇറ്റ്സ് വാല്യൂ ഓർ പ്രൈസ് ഫ്രം അണ്ടർലൈയിങ് അസറ്റ്. അണ്ടർലൈയിങ് നിലനിൽക്കുന്ന അസറ്റിന്റെ മേലെ നിന്നായിരിക്കും ഇതിന്റെ പ്രൈസ് വരുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഹൗസ് വിൽക്കാമെന്ന് പറഞ്ഞൊരു എഗ്രിമെന്റ് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് ഒരു അഡ്വാൻസ് കൊടുത്തൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിയാണെന്ന് വിചാരിക്കുക. ഓറൽ ആണെങ്കിലും റിട്ടേൺ ആണെങ്കിലും. ദെൻ ആ എഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഡെറിവേറ്റീവ്സ് ആണ്. ഇറ്റ്സ് ആണ് കോൺട്രാക്ട് ബിറ്റ്വീൻ ടു ഓർ മോർ പാർട്ടീസ് വിച്ച് ഡിറൈവ് ഇറ്റ്സ് വാല്യൂ. ഈ ഒരു എഗ്രിമെന്റിന്റെ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? നിങ്ങളുടെ ഹൗസിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സോ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? ഹൗസ് ആണ്. Okay. The most common type of derivatives are future, option, forward and swap. നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിലുള്ള മെയിൻ 4 ഡെറിവേറ്റീവ്സ് ആണ് ഫ്യൂച്ചർ, ഓപ്ഷൻ, ഫോർവേഡ് ആൻഡ് സ്വാപ്പ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ മേജർ ഡെറിവേറ്റീവ്സ്. ഇതിന് ഓരോന്നിനും അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട്. അതായത് ഓരോ ടൈപ്സിനും ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് ഒന്നിനും മറ്റൊന്നിനും. അതുകൊണ്ടാണ് ഇത് 4 ടൈപ്സ് തന്നെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ്സ് എ ഫിനാൻഷ്യൽ, അത് നമ്മൾ ഇനി നെക്സ്റ്റ് സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് വിച്ച് ഡിറൈവ് ഇറ്റ്സ് വാല്യൂ പ്രൈസ് ഫ്രം ദി അണ്ടർലൈങ് അസറ്റ്. ഒറിജിനലി അണ്ടർലൈങ് ക്രബ്സ് ഈസ് ഫസ്റ്റ് ക്രിയേറ്റഡ് വിച്ച് ക്യാൻ കൺസിസ്റ്റ് ഓഫ് വൺ സെക്യൂരിറ്റി ഓർ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസ്. അപ്പം നമ്മൾ ഈ അണ്ടർലൈങ് അസറ്റാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടത്. അതിൻ്റെ മേലെ അതൊന്നെങ്കിൽ ഒരു സെക്യൂരിറ്റി ആകാം, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് എ സെക്യൂരിറ്റി. ഇപ്പോൾ ഒരു വീടും മാത്രമാണെങ്കിൽ അതൊരു സെക്യൂരിറ്റിയാണ്. ഇനി നമുക്ക് ഒരു വീടും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ എന്താണ്? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എ സെക്യൂരിറ്റീസ് എന്ന് പറയാം അല്ലേ. ദി വാല്യൂ ഓഫ് അണ്ടർലൈങ് അസറ്റ് ഈസ് ബോണ്ടഡ് ടു ചേഞ്ചസ്. ദി വാല്യൂ ഓഫ് അണ്ടർലൈങ് അസറ്റ് keep changing continuously. അപ്പോൾ വാല്യൂ ഓഫ് അണ്ടർലൈങ് അസറ്റ് ഈസ് ബോണ്ട് ടു ചേഞ്ച് ആസ് ദി വാല്യൂ ഓഫ് കീപ് ചേഞ്ചിങ് കണ്ടിന്യൂസ്ലി. വാല്യൂ ഓഫ് അണ്ടർലൈങ് അസറ്റ് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ചേഞ്ച് ചെയ്യുന്നുണ്ട്. ജനറലി സ്റ്റോക്ക്, ബോണ്ട്, കറൻസി, കമ്മോഡിറ്റീസ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്രം അണ്ടർലൈങ് അസറ്റ്. ജനറലി ഈ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ആവാം, നമ്മുടെ ബോണ്ട് ആവാം, കറൻസി ആവാം, കമ്മോഡിറ്റീസ്, ഞാൻ ഇപ്പോൾ പറഞ്ഞ വീറ്റ്, പ്രോപ്പർട്ടീസ്, അതൊക്കെയാണ് കമ്മോഡിറ്റി. ഗോൾഡ്, സിൽവർ, അതൊക്കെയാണ് നമ്മളിപ്പോൾ കാർഡമം, പേപ്പർ, അതൊക്കെയാണ് കമ്മോഡിറ്റീസ്. ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന ഒരു ഡെറിവേറ്റീവ്സ് ഉണ്ട്, അത് ഞാൻ പറയുന്നുണ്ട് ലാസ്റ്റ് സ്ലൈഡിൽ. ഇൻട്രസ്റ്റ് റേറ്റ് ഫ്രം അണ്ടർലൈങ് അസറ്റ്. അപ്പം നമ്മൾ ഈ അണ്ടർലൈങ് അസറ്റായിട്ട് ഇതിൽ എന്ത് വേണമെങ്കിലും വരാം. സ്റ്റോക്ക് വരാം, ബോണ്ട് വരാം, കറൻസി വരാം, കമ്മോഡിറ്റീസ് വരാം, ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് വേണമെങ്കിലും വരാം. ഓക്കെ, then participants in the derivative market. Derivative market ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്? ഹെഡ്ജേഴ്സ് ഉണ്ട്, സ്പെക്കുലേറ്റേഴ്സ് ഉണ്ട്, ആർബിട്രേജർ ഉണ്ട്. ഇത് നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഹെഡ്ജേഴ്സ് ആരാണ്, ആർബിട്രേജേഴ്സ്, സ്പെക്കുലേറ്റേഴ്സ് ആരാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നുള്ളൂ. ഹെഡ്ജേഴ്സിൻ്റെ റിസ്ക് അവേഴ്സ് ബ്രോക്കേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഹു വിഷ് ടു പ്ലേ ഇൻ സേഫ് ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ് rather than invest in strictly stock which may give them either huge profit or a huge loss. Plus invest their money in derivative in order to protect their portfolio. അവരുടെ പോർട്ട്ഫോളിയോ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഹെഡ്ജേഴ്സും ഈ ഒരു മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അസ്യൂമിങ് an opposite position concerning the derivative market, they can protect themselves against market risk and market price fluctuation. മാർക്കറ്റ് റിസ്ക്കും ഫ്ലക്ച്വേഷനും ഒക്കെ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യുക? ഹെഡ്ജിങ് നമ്മുടെ ഡെറിവേറ്റീവ് മാർക്കറ്റിലൂടെ ഒഴിവാക്കാം. എങ്ങനെയാണ്? ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ, 1 കിലോഗ്രാം വീറ്റ് 500 രൂപയ്ക്ക് വാങ്ങണമെന്നൊരു എഗ്രിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ 500 എന്ന് പറയുന്നത് 450 രൂപയായിട്ട് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? വാങ്ങണ എന്നെ സംബന്ധിച്ച് അത് ലാഭമായിരിക്കും, പക്ഷെ വിൽക്കണ എന്നെ സംബന്ധിച്ച് നഷ്ടമാണ്. വാങ്ങണ എന്നെ സംബന്ധിച്ച് നഷ്ടമാണെങ്കിലും വിൽക്കുന്ന ആളെ സംബന്ധിച്ച് എന്താണ്? ലാഭമാണ് അല്ലേ. ഇപ്പം മാർക്കറ്റിൽ 450 ഉള്ളൂ, പക്ഷെ എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും? 500 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും അല്ലേ. അങ്ങനെ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഹെഡ്ജേഴ്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സ്പെക്കുലേറ്റേഴ്സിനും സെയിം വേ തന്നെയാണ്. ദേ ആർ ദി പ്രൈമറി റിസ്ക് ടേക്കേഴ്സ് ആൻഡ് ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് ദേ ഡു നോട്ട് മൈൻഡ് ടേക്കിംഗ് റിസ്ക് ടു ഏൺ ലാർജ് പ്രോഫിറ്റ്. They have to frame a mind that it is the polar opposite to the opposed by the hedgers who wish to pay safe always. Speculators റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട്, ഹെഡ്ജേഴ്സ് റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സ്പെക്കുലേറ്റേഴ്സ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ റിസ്ക് എടുത്തുകൊണ്ട് ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടേതായ വേർഡ്സിൽ എഴുതിയാൽ മതി.
Then margin traders എന്ന് പറഞ്ഞാൽ is the bare minimum. Margin is the bare minimum that is investor need to pay broker to take part of the derivative trading. ഡെറിവേറ്റീവ് ട്രേഡിംഗ് നടത്തുന്നതിന് വേണ്ടി ബ്രോക്കേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഇൻവെസ്റ്റർ കൊടുക്കുന്ന എമൗണ്ടിനെയാണ് മാർജിൻ എന്ന് പറയുന്നത്. ദി മാർജിൻ ട്രേഡേഴ്സ് ഇസ് വൺ ഓഫ് ദി പ്ലേയേഴ്സ്. ദേ ആർ പ്ലേയിങ്. This margin is form of representing market fluctuation as reflect the loss or gain made on that day. ഈ മാർജിൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ അനുസരിച്ച് തന്നെയായിരിക്കും ഇവർക്ക് കിട്ടുന്ന മാർജിൻ. അപ്പം മാർജിൻ പ്ലേയേഴ്സ് എന്ന് പറയുന്നതും ഒരു ടേംസ് തന്നെയാണ് ഇവിടുത്തെ ഡെറിവേറ്റീവ് മാർക്കറ്റ്. ദെൻ ആർബിട്രേജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മാർക്കറ്റിലെ അഡ്വാൻറ്റേജ് എടുത്തിട്ട് അടുത്ത മാർക്കറ്റിൽ വിറ്റ് കാശുണ്ടാക്കുന്നത്. അതാണ് അല്ലേ? അതായത് നമ്മൾ പണ്ടൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഗോൾഡ് ആണെങ്കിൽ ബോംബെ മാർക്കറ്റിൽ പ്രൈസ് കുറവാണെങ്കിൽ അവിടെ നിന്ന് വാങ്ങിയിട്ട് കേരള മാർക്കറ്റിൽ പ്രൈസ് കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ വിൽക്കും. അപ്പം മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ചായിരിക്കും ഇവരുടെ പ്രോഫിറ്റ്. ദേ മേക്ക് യൂസ് മാർക്കറ്റ് ഇംപെർഫെക്ഷൻ ടു മേക്ക് മണി ടു ബൈയിങ് ലോ പ്രൈസ്ഡ് സ്റ്റോക്ക് ആൻഡ് ദെൻ സെല്ലിങ് ഹയർ പ്രൈസിലൊക്കെ ഡിഫറെൻറ്റ് മാർക്കറ്റ്. ഓരോ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുന്നവരാണ് ആര്? ആർബിട്രേജ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാണ്, അതേ വേർഡ് തന്നെ നിങ്ങൾ ഇവിടെ എഴുതിയാൽ മതി, ഇത് വേർഡ് യൂസ് ചെയ്യണമെന്നില്ല. However, this become possible only if the commodity in question is priced differently in different market. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ ഏതിനെ വെച്ചിട്ടാണ് ഡെറിവേറ്റീവ് ചെയ്യുന്നത്, ആ കമ്മോഡിറ്റീൻ്റെ പ്രൈസ് പല മാർക്കറ്റിലും പല രീതിയിലാണെങ്കിൽ മാത്രമാണ് ഇവർക്ക് ഈ അഡ്വാൻറ്റേജ് ആർബിട്രേജസിന് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ 4 പ്ലേയേഴ്സാണ്: ഹെഡ്ജേഴ്സ്, സ്പെക്കുലേറ്റേഴ്സ്, മാർജിൻ ട്രേഡേഴ്സ് ആൻഡ് ആർബിട്രേജേഴ്സ്. Then characteristics of derivatives. Derivatives have the characteristics of leverage or gearing with a small initial outlay of a fund. One can deal big volume. അതായത് ഡെറിവേറ്റീവ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ബിഗ് വോളിയം ഒരു ചെറിയ എമൗണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യാൻ കഴിയും. One can deal big volumes outlay of a fund. Initial outlay, small initial outlay. അതായത് ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്രോപ്പർട്ടിയിലേക്ക് ഒരു ഹൗസിൻ്റെ പ്രോപ്പർട്ടീൻ്റെ എഗ്രിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഫുൾ എമൗണ്ട് കൊടുക്കുക ഇല്ല. പക്ഷേ ഇപ്പോൾ ഒരു കോടി രൂപേൻ്റെ പ്രോപ്പർട്ടീസ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 50,000 രൂപയൊക്കെ കൊടുത്തിട്ടല്ലേ 1 ലക്ഷം രൂപ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു എഗ്രിമെൻറ്റ് ഉറപ്പിക്കാം അല്ലേ. ഇനീഷ്യൽ ആയിട്ട് ഔട്ട്ലേ ഓഫ് എ ഫണ്ട്. വൺ ക്യാൻ ഡീൽ ബിഗ് വോളിയം. നമുക്ക് വലിയൊരു വോളിയത്തിൻ്റെ ബിസിനസ് ചെയ്യാൻ പറ്റും. ഡെറിവേറ്റീവ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. ചിലപ്പോൾ ഒന്നും കൊടുക്കാണ്ട് തന്നെ നമുക്ക് ചെയ്യുന്നത്. പ്രൈസിങ് ആൻഡ് ട്രേഡിംഗ് ഇൻ ഡെറിവേറ്റീവ്സ് ആർ കോംപ്ലക്സ് ആൻഡ് ത്രൂ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പ്രൈസ് ബിഹേവിയർ ഓഫ് പ്രോഡക്റ്റ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദി അണ്ടർലൈങ് അസറ്റ്. അപ്പോൾ പ്രൈസിങ് ആൻഡ് ട്രേഡിംഗ് ഡെറിവേറ്റീവ്സ് ആക്ച്വലി റിസ്കി ഫാക്ടറാണ്. സോ വി വാണ്ട്സ് ടു അണ്ടർസ്റ്റാൻഡ് ദി പ്രൈസ് ബിഹേവിയർ. നമ്മൾ അതിൻ്റെ പ്രൈസ് ബിഹേവിയർ പഠിച്ചിട്ടുണ്ടായത് ആൻഡ് പ്രൊഡക്റ്റ് സ്ട്രക്ചർ ഓഫ് എ അണ്ടർലൈങ് അസറ്റ്. അണ്ടർലൈങ് അസറ്റിനെ കുറിച്ച് നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ടായിരിക്കും. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു പ്രോപ്പർട്ടീസ് അല്ലെ, പ്രോപ്പർട്ടീസ് ഇപ്പം നമ്മൾ റിയൽ എസ്റ്റേറ്റിനെ വെച്ചിട്ടാണ് ഡെറിവേറ്റീവ് ചെയ്യുന്നത്. റിയൽ എസ്റ്റേറ്റിൻ്റെ പ്രൈസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, റിയൽ എസ്റ്റേറ്റ് ഇപ്പോൾ എങ്ങനെയാണ്, ആ പ്രോഡക്റ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിനെ കുറിച്ചുള്ള സ്ട്രക്ചർ. അതായത് ഇപ്പം നിങ്ങൾ ഒരു പ്രോപ്പർട്ടിയാണ് എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഹൗസാണ് എടുക്കുന്നത്, ആ ഹൗസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അതൊക്കെ നമുക്ക് അറിയാമായിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡെറിവേറ്റീവ്സ് ചെയ്യാനായിട്ട്. ഡെറിവേറ്റീവ് ബൈ ദംസെൽഫ് ഹാവ് നോ ഇൻഡിപെൻഡൻറ്റ് വാല്യൂ. സ്വന്തമായിട്ടൊരു വാല്യൂ ഇല്ല. ഇറ്റ്സ് വാല്യൂ ഡിപ്പെൻഡ് അപ്പോൺ ദി അണ്ടർലൈങ് ഇൻസ്ട്രുമെൻറ്റിനെ, അത് ഏതിൻ്റെ മേലെയാണോ നമ്മളത് ചെയ്യുന്ന എഗ്രിമെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ വാല്യൂ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സിൽ ഒന്ന് ഇനീഷ്യലായിട്ട് സ്മോൾ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ബിഗ് വോളിയം ചെയ്യാം. Then we wants to know the price behavior and product structure before we of a underlying assets before one can venture into dealing with this product to deal ചെയ്യുന്നതിനും പറഞ്ഞിരിക്കുന്നു. Then its price depend upon the underlying instrument depend ചെയ്യും. Then functions of derivatives. Derivatives shift the risk from buyer of the derivative market to seller. Derivative market some extent ബയറിൻ്റെ റിസ്ക് എന്തായിരിക്കും, സെല്ലറിലോട്ട് മാറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രൈസ് ഇപ്പോൾ കൂടുകയാണെന്ന് വെച്ചാൽ, കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും,
പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും ഉണ്ടാകുന്ന റിസ്ക് എന്ത് ചെയ്യും, സെല്ലറിലോട്ട് പോകും. അതായത് സം എക്സ്റ്റെൻറ്റ് എന്ത് ചെയ്യും, ഡെറിവേറ്റീവ് മാർക്കറ്റിൻ്റെ റിസ്ക് സെല്ലറിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എഗ്രിമെൻറ്റ് ചെയ്ത് വീറ്റ് വാങ്ങാമെന്ന് പറഞ്ഞ് എഗ്രിമെൻറ്റ് ചെയ്ത്, ഇപ്പം ഞാൻ വാങ്ങാമെന്ന് പറഞ്ഞ് എഗ്രിമെൻറ്റ് ചെയ്തിട്ടുണ്ട് 500 രൂപ ആൾക്ക്. പക്ഷെ ഇനി പ്രൈസ് കുറഞ്ഞാലും എന്ത് ചെയ്യണം, പ്രൈസ് കുറഞ്ഞാൽ എനിക്ക് വാങ്ങേണ്ട ആവശ്യം, വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ. ഇതിൻ്റെ അകത്ത് ചില കോൺട്രാക്റ്റ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല. അതായത് നിങ്ങളിപ്പോൾ അഡ്വാൻസ് കൊടുത്തു എന്ന് വെച്ചാൽ, ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറയാം, നിങ്ങളിപ്പോൾ വാങ്ങിയില്ലെന്ന് വെച്ചു, സാധനം വാങ്ങിയില്ല, ഇപ്പോൾ ഒരു ഹൗസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ അഡ്വാൻസ് കൊടുത്തു എന്ന് വെച്ചു, നിങ്ങൾ ഹൗസ് ഇനി വാങ്ങണില്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് നഷ്ടമുണ്ടോ, ഇല്ല, നിങ്ങൾ ആ ചെറിയൊരു എമൗണ്ട് മാത്രം കൊടുക്കും. സെല്ലറെ സംബന്ധിച്ച് എന്താണ്, ആ ഹൗസ് വിറ്റ് പോകുമോ, ഇല്ല, ആ പ്രോപ്പർട്ടി വിറ്റ് പോകുമില്ല, അയാൾക്ക് പിന്നെയും ഡീല് വരണം അല്ലേ. സെല്ലറിലോട്ട് എന്ത് ചെയ്യുകയാണ്, ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് ഇത് സെല്ലർ ബയറിൽ നിന്ന് റിസ്ക് കൂടുതൽ എവിടേക്കാണ് പോകുന്നത്, സെല്ലറിലോട്ടാണ് പോകുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണ്. Then derivative improve the liquidity of the underlying instrument. Underlying instruments in the liquidity എന്ത് ചെയ്യുന്നു, derivatives വർദ്ധിപ്പിക്കുന്നു. Derivative perform an important economic area, price discovery. It provide better avenue for raising money. Money raise ചെയ്യാനായിട്ടുള്ള better avenue തന്നെയാണ്, ഒരു സോഴ്സ് തന്നെയാണ് എന്ത് derivatives. അപ്പോൾ it's provide liquidity, better avenue for raising money, and also derivative market shift the risk to the സെല്ലറിലോട്ട് റിസ്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, then types of derivatives ആണ് വരുന്നത്. ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് ഉണ്ട്. ഫോർവേഡ് ആൻഡ് ഫ്യൂച്ചർ, ഓപ്ഷൻ, സ്വാപ്പ്. ഫോർവേഡ് കോൺട്രാക്ട്, ഫ്യൂച്ചർ കോൺട്രാക്ട്, ഓപ്ഷൻ, സ്വാപ്പ്. ഓപ്ഷൻ അഗെയിൻ ഓപ്ഷൻ ടു ബൈ കോൾ, ഓപ്ഷൻ ടു സെൽ പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും വേണമെങ്കിലും ഇതിനെ പറയും. ഇതാണ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ. ദെൻ പാർട്ടിസിപ്പൻസ്, ഹഡ്ജേഴ്സ്, സ്പെക്കുലേറ്റേഴ്സ്, ആർബിട്രേജ്, ഇവരാണ് പാർട്ടിസിപ്പൻസ്. അപ്പോൾ ടൈപ്സിൽ വരുന്ന ഫോർവേഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടാക്കി എഴുതാം, ഫോർവേഡ് കോൺട്രാക്ട്, ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് രണ്ടാക്കാം. ദെൻ ഓപ്ഷൻ, സ്വാപ്പ്, അങ്ങനെ 4 ദെൻ ഓപ്ഷൻ ടു ബൈ ഓർ കോൾ, ഓപ്ഷൻ ടു പുട്ട്, അതായത് പുട്ട് ഓപ്ഷൻ, കോൾ ഓപ്ഷൻ എന്നാണ് ഇത് പറയും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. Forward contract. A forward contract are the simplest form of derivatives that are available today. Also, they are the oldest form of derivatives. A forward contract nothing but an agreement to sell something in a future date. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഫ്യൂച്ചറിൽ സെല്ല് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെന്റ് എഴുതുക, ആ ഒരു എഗ്രിമെന്റ് നമുക്ക് എന്താ പറയുക, ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറയാം. ഇറ്റ്സ് ഓൾസോ ഡെറിവേറ്റീവ്സ് ആണ്. ദി പ്രൈസ് അറ്റ് വിച്ച് ദീസ് ട്രാൻസാക്ഷൻ വിൽ ടേക്ക് പ്ലേസ് ഈസ് ഡിസൈഡഡ് ഇൻ പ്രസന്റ്. അതിന്റെ പ്രൈസ് നമ്മൾ ഇപ്പോൾ തീരുമാനിക്കും, ഫ്യൂച്ചറിൽ ഇപ്പം തന്നെ തീരുമാനിച്ചു. However, a forward contract takes place between two counterparties. രണ്ട് പാർട്ടികൾക്കുള്ളിലാണ് കോൺട്രാക്ട് നടക്കുന്നത്. This means that exchange is not an intermediary to this transaction. Exchange അപ്പോഴില്ല. Hence, there is an increased chance of counterparty credit risk എന്ത് ചെയ്യും, കൂടുന്നുണ്ടായിരിക്കും. അതായത് it's an agreement between two parties to sell something at a future date. ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ എന്തെങ്കിലും സാധനം വിൽക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറ്റ്സ് എ ഫോർവേഡ് കോൺട്രാക്ട് ആണ്. നോർമലി നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ് ഫിനാൻസ് പറയുമ്പോൾ ഓരോ വേർഡ്. ഇൻ ഫിനാൻസ്, ഫോർവേഡ് കോൺട്രാക്ട് സിംപ്ലി എ ഫോർവേഡ് ഈസ് ആൻ നോൺ സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്ട്. ഇത് സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്ട് അല്ല, നമ്മൾ ജസ്റ്റ് വെറുതെ ചെയ്യുന്ന ഒരു കോൺട്രാക്ട് ആണ്. സോ ഇറ്റ്സ് എ റിസ്ക്, ഹയർ റിസ്ക് ആണ്. നോൺ സ്റ്റാൻഡർഡൈസ്ഡ് ബിറ്റ്വീൻ two parties to buy or sell an agreement at a specified future time at a amount agreed upon today, making it a type of derivative instruments. അപ്പോൾ ഫോർവേഡ് കോൺട്രാക്റ്റിന്റെ മീനിങ് ഇത് പഠിക്കാൻ. ഇറ്റ്സ് എ നോൺ സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്ട് ആണ്. അതായത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്ട് അല്ല, നമുക്ക് നമ്മുടേതായ രീതിയിൽ ചെയ്യാം. ടു പാർട്ടീസ് ടു ബൈ ഓർ സെൽ, ഒന്നെങ്കിൽ വാങ്ങാനോ അല്ലെങ്കിൽ വിൽക്കാനോ പറഞ്ഞിട്ട്, വാങ്ങുകയും വിൽക്കുകയും ഒരേ ട്രാൻസാക്ഷനിൽ തന്നെ ഉണ്ടല്ലോ, ഒരാൾ വാങ്ങുകയും ഒരാൾ വിൽക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു കോൺട്രാക്ട് ഉണ്ട്. അറ്റ് എ സ്പെസിഫൈഡ് ഫ്യൂച്ചർ ടൈം, ഫ്യൂച്ചറിൽ ഒരു പ്രത്യേക ടൈമിൽ, ഞാൻ ഇപ്പോൾ പറഞ്ഞ അറ്റ് എമൗണ്ട് എഗ്രീഡ് അപ്പോൾ ടുഡേ, ഇന്ന് തന്നെ നമ്മൾ എന്ത് പറയുന്നുണ്ടായിരിക്കും, അതിൻ്റെ എമൗണ്ട് പറയുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ വീറ്റിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു, ഇറ്റ്സ് എ ഫോർവേഡ് കോൺട്രാക്റ്റ് ആണ് ബിറ്റ്വീൻ ടു പാർട്ടീസ് അല്ലെ, ഞാനും റിസ്നയും തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണ്. ടു ബൈ ഓർ സെൽ അല്ലെ, വാങ്ങുകയും വിൽക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്റ്റ് ആണ്. ദാറ്റ്സ് എ ഫോർവേഡ് കോൺട്രാക്റ്റ്.
ഫ്യൂച്ചർ കോൺട്രാക്ട്, ഫ്യൂച്ചർ ആ സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്ട്. നമ്മൾ പറഞ്ഞ ഫോർവേഡ് കോൺട്രാക്ട് തന്നെ നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട്, അതായത് നമ്മൾ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് നോൺ ആസ് ഫ്യൂച്ചർ കോൺട്രാക്ട്, വിച്ച് അലോ ദി ഹോൾഡർ ടു ബൈ സെൽ ദി അസറ്റ് അറ്റ് എ agreed price at a specified date. The price to future contract are under an obligation to perform the contract. There is an obligation ഉണ്ട്, ഒരു കടപ്പാടുണ്ട്, നമുക്ക് ആ കോൺട്രാക്ട് ചെയ്ത് തീർക്കണം. These contracts are traded on a stock exchange. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് നമ്മളിത് ചെയ്യുന്നത്. സോ there is a നമ്മൾ ത്രൂ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ചെയ്യുന്നത്. സോ ദർ ഈസ് എ റിസ്ക് ഉണ്ട്, ദാറ്റ് മീൻസ് ആൻ ഒബ്ലിഗേഷൻ ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യണം, ഈ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. ദെൻ ഫോർവേഡ് കോൺട്രാക്റ്റ് ആണ് സ്റ്റാൻഡർഡൈസ്ഡ് അല്ലാതെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് വാല്യൂ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട് മാർക്കറ്റ് ടു മാർക്കറ്റ് എവറി ഡേ. ഇതിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്ന ഓരോ ദിവസത്തെ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ അനുസരിച്ച്, അസറ്റിലുണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ച് ഇതിൻ്റെ വാല്യൂവിൽ ചേഞ്ച് ഉണ്ടാകും. ഇറ്റ് മീൻസ് ദാറ്റ് ദി കോൺട്രാക്ട് വാല്യൂ ഈസ് അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ് ടു ദി മാർക്കറ്റ് മൊമെന്റ് അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഈ കോൺട്രാക്റ്റിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ടിൽ ദി എക്സ്പിറേഷൻ ഡേറ്റ്, അതായത് എൻഡ് ഓഫ് ദി ഡേറ്റ് വരെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഇങ്ങനെ മാറുന്നുണ്ടായിരിക്കും ഇതിന്റെ വാല്യൂ ഓൺ ദി ബേസിസ് ഓഫ് എ മാർക്കറ്റ്. അതായത് ഇതൊരു സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്. സോ വി ക്യാൻ കംപ്ലീറ്റ് ദിസ് കോൺട്രാക്ട്. സോ ഇറ്റ്സ് ക്രിയേറ്റ് ആൻ ഒബ്ലിഗേഷൻ ഉണ്ട്, കടപ്പാട് ഉണ്ട്. to perform the contract, the assets, and നമ്മൾ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത്. സോ നമ്മളിതൊരു കോൺട്രാക്ട് ചെയ്യാമെന്നും പറഞ്ഞ് എഴുതി വെച്ചാൽ പോരാ. ഫോർവേഡ് ആണെങ്കിൽ എഴുതി വെച്ചിട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഫ്യൂച്ചർ ആണെങ്കിൽ നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് അത് ചെയ്യണം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടെ ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റാൻഡർഡൈസ്ഡ് ഫോം ഉണ്ട്. ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്യൂച്ചർ കോൺട്രാക്ട് ആൻഡ് ഫോർവേഡ് കോൺട്രാക്ട്. ഒന്ന് സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. In finance, future contract is a standardized contract between two parties to buy or sell a specified asset at a standardized quantity and quality for a price agreed upon today. ഇന്ന് തന്നെ നമ്മൾ agree ചെയ്യും with the delivery and payment occurring at a specified future date. And the delivery date make it derivative product, that is financial product that is derived from underlying asset. നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഡേറ്റിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ ഒരു കോൺട്രാക്റ്റ് ആണ് future contract. It is a standardized. Okay. Then ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ നമുക്കറിയാം. മീനിങ്, ഫ്യൂച്ചർ എന്ന് പറയുന്ന കോൺട്രാക്ട് സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്ട്, ട്രേഡഡ് അറ്റ് എവിടെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബൈ ഓർ സെൽ അണ്ടർ അറ്റ് എ സർട്ടൺ ഡേറ്റ് ഇൻ ഫ്യൂച്ചർ അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ്. ഫോർവേഡ് സെയിം തന്നെയാണ്, ബട്ട് ദർ ഇസ് ഇറ്റ് ഈസ് നോട്ട് സ്റ്റാൻഡർഡൈസ്ഡ്. ഇറ്റ്സ് എ ഫോർവേഡ് കോൺട്രാക്ട് ഇസ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ് ടു ബൈ ഓർ സെൽ അണ്ടർലൈങ് അറ്റ് എ സ്പെസിഫൈഡ് റേറ്റ് അറ്റ് എ എഗ്രീഡ് റേറ്റ് ഇൻ ഫ്യൂച്ചർ. അതൊക്കെ സെയിം തന്നെയാണ്, പക്ഷേ ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നമ്മൾ ചെയ്യുന്നില്ല, ഒബ്ലിഗേഷനും ഇല്ല, സ്റ്റാൻഡർഡൈസ്ഡ് ഫോമും അല്ല. പക്ഷെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡർഡൈസ്ഡ് ആണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടെയാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ആ എഗ്രിമെന്റ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ദാറ്റ്സ് എ ഡിഫറൻസ്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡർഡൈസ്ഡ് ആണ്, കസ്റ്റമൈസ്ഡ് ആണ്. സ്റ്റാൻഡർഡൈസ്ഡ് അല്ല. കൗണ്ടർ പാർട്ടി റിസ്ക് ലോ റിസ്ക് ഉള്ളൂ, കാരണം എന്താണ്, ഒബ്ലിഗേഷൻ ഉണ്ട്, കംപ്ലീറ്റ് ചെയ്യുന്നത് ഹൈ റിസ്ക് ആണ്. ഇത് കോൺട്രാക്ട് നടക്കാണ്ടിരിക്കുക, എന്ത് വേണമെങ്കിലും ആവാം. നിങ്ങളിപ്പോൾ അഡ്വാൻസ് കൊടുത്തെങ്കിൽ വാങ്ങാണ്ടിരിക്കുക, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക്. പക്ഷെ ഫ്യൂച്ചർ കോൺട്രാക്ട് ആണ്, നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടെയാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം, അത് കംപ്ലീറ്റ് ചെയ്യണം. ദാറ്റ്സ് കോൺട്രാക്ട് സൈസ് സ്റ്റാൻഡർഡൈസ്ഡ് ആണ്, കസ്റ്റമൈസ്ഡ് ആണ്, ഡിപ്പെൻഡ് അപ്പോൺ ദി കോൺട്രാക്ട് ടേംസ് ആണ്, റെഗുലേഷൻ, അതായത് കോൺട്രാക്റ്റിൽ പറയുന്ന കാര്യങ്ങളനുസരിച്ചാണ് ഇവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെതായ റൂൾസും റെഗുലേഷൻസും ഉണ്ടാകും. റെഗുലേഷൻ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് സെൽഫ് റെഗുലേറ്റഡ് ആണ്. കൊളാക്ടറൽ ആണ്, ഇനീഷ്യൽ മാർജിൻ റിക്വയർഡ്, അതായത് നമുക്ക് എഗ്രിമെന്റ് തുടങ്ങാൻ എന്താണ് ഒരു കൊളാക്ടറൽ ആവശ്യമാണ്, കൊളാക്ടറൽ സെക്യൂരിറ്റി അല്ലേ. അതായത് നമുക്ക് ഒരു ഇനീഷ്യൽ മാർജിൻ ആവശ്യമാണ്, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയ എമൗണ്ട് കൊടുത്തിട്ട് വേണം ഈ കോൺട്രാക്ട് എഗ്രിമെന്റ് ചെയ്യാൻ. പക്ഷെ ഫോർവേഡിൽ അങ്ങനെയാണ്, നമുക്കിപ്പോൾ അഡ്വാൻസ് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്ന കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ഫോർവേഡ് എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ റൂൾ അനുസരിച്ച് ചെയ്താൽ ഈ ഫോർവേഡ് കോൺട്രാക്റ്റിനെ നമ്മൾ എന്ത് പറയും, ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് പറയും. അതാണ് ഡിഫറൻസ് ഉള്ളൂ. സെറ്റിൽമെന്റ് ഓൺ ഡെയിലി ബേസിസ് ഓൺ മെച്യൂരിറ്റി ഡേറ്റ്. Okay, that's the difference between future contract and forward contract. Future contract and forward contract സെയിം തന്നെയാണ്, പക്ഷെ ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് സ്റ്റാൻഡർഡൈസ്ഡ് ഫോമാണ്, നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. സോ റിസ്ക് കുറവായിരിക്കും. ബട്ട് ഹിയർ എന്ന് പറഞ്ഞാൽ സെയിം കോൺട്രാക്ട് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടി ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ്സ് നോൺ ആസ് ഫോർവേഡ് കോൺട്രാക്ട്. ഇറ്റ്സ് ഓക്കെ. ഇനി ബാക്കി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ടായിരിക്കും. ഓക്കെ.